പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു ചെറിയ പ്രോഗ്രാമുമായിട്ട് കടന്നു വരുവാൻ ദൈവം തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നേരത്തെ ഒരിക്കൽ ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബൈബിൾ ഹണ്ടിങ് എന്ന് പറയും. ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുന്നവർ സാധാരണ ഗേൾസ് സെക്ഷൻ ആണല്ലോ കൂടുതൽ വായിക്കുന്നവർ. അപ്പോൾ ഇപ്പം ഇവർക്കൊരു ചാൻസ് കൊടുക്കണ്ടേ? അപ്പോൾ അവർ തന്നെ അങ്ങനെ പൊക്കിക്കൊണ്ട് പോയാൽ ശരിയാകുമല്ലോ. അപ്പോൾ നമുക്ക് ഇവർക്കും ചാൻസ് കൊടുക്കണം. അപ്പോൾ രണ്ടായിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തേക്കുവാണ്. എല്ലാവർക്കും എടുക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബുദ്ധിപൂർവ്വം ചെയ്യുക. കാരണം വായിക്കുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് വേർഡ് കിട്ടണമെന്നില്ല. ചിലപ്പം അത് കറക്റ്റ് ആ വേർഡ് തന്നെ ആയിരിക്കും. നമ്മുടെ മൈൻഡ് കൊണ്ട് നമ്മൾ തിങ്ക് ചെയ്യണം അതെന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചിട്ട് കിട്ടുന്ന ഒരു സാധനം ഇവിടെ എത്തിക്കണം കേട്ടോ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്യം ഞാൻ വായിക്കാൻ പറയും. അപ്പം ആദ്യം മെയിൽ സെക്ഷനിലായിട്ടാണ് ക്വസ്റ്റ്യൻ പോകുന്നത്. ടോട്ടൽ എനിക്ക് 14 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 എണ്ണം ലാസ്റ്റ് ഞാൻ ചോദിച്ചിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം മെയിൽ സെക്ഷനോടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജോൺ ചാപ്റ്റർ 4 വേഴ്സ് 14 എടുക്കാം. ആദ്യം വായിക്കാം. വായിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റുന്നവർ കൊണ്ടുവരാം. ഗേൾസ് സെക്ഷനിൽ ആരും മിണ്ടരുത്. അവർ തന്നെ വായിക്കണം. അവർക്ക് ചാൻസ് കൊടുക്കണം. ജോൺ ചാപ്റ്റർ വേഴ്സ് 14 വായിക്കാം. അതെ, എടുത്തിട്ട് കൊണ്ടുവരാ. ഓക്കെ, തരുന്നവരുടെ സാധനങ്ങളൊന്നും തിരികെ തരുന്നതല്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഫീമെയിൽ സെക്ഷനിലേക്ക് പോകുന്നു. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സ് 7 പറഞ്ഞിട്ട് കാര്യം, എനിക്കിവിടെ സാധനം കൊണ്ട് തരണം. വചനം കൂടെ വായിച്ചു എണ്ണീറ്റ് വന്നു. ഓക്കെ, തിരികെ അല്ല തരത്തില്ല. ഓക്കെ, പിന്നെ എല്ലാവർക്കും കൂടെ ചാൻസ് കൊടുക്കണേ. ഇടയ്ക്കിടയ്ക്ക് ജാൻസിയോടും കൂടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മെയിൽ സെക്ഷനിലേക്ക് പോകുന്നു. റെവലേഷൻ 1 വേഴ്സ് 3 വായിച്ചു. അതാ പറഞ്ഞ ബുദ്ധിപൂർവം ചെയ്യണം. வாய்ச்சு அதல்ல அது தீர்க்க தரிசன வசனங்களை வாசிக்கிறவனும் கேட்கிறவர்களும் ஆகிய இதில் எழுதியிருக்கிறவைகளை கைக்கொள்ளுகிறவர்களும் பாக்கியவான்கள். காலம் சமீபமாயிருக்கிறது. അപ്പം ബൈബിൾ ആയതുകൊണ്ട് എനിക്ക് തിരിച്ചു വെക്കാൻ പറ്റുന്നില്ലാത്തതാണ് തിരിച്ചു കൊടുക്കുന്നു. ഫീമെയിൽ സെക്ഷനിലേക്ക് എക്സോഡസ് 14 വേഴ്സ് 16 അലങ്കോലമാക്കരുത്. ചർച്ചിനകം ശ്രദ്ധിക്കുക, ചിന്തിക്കുക, എന്നിട്ട് തരിക. நீ உன் கோலை ஓங்கி உன் கையை சமுத்திரத்தின் மேல் நீட்டி சமுத்திரத்தை பிளந்து விடு. அப்பொழுது இஸ்ரவேல் புத்திரர் சமுத்திரத்தின் நடுவாக வெட்டாந்தரையில் நடந்து போவார்கள். ഓക്കെ, ഇച്ചിരി എല്ലാവരെയും ഒന്ന് സഹകരിപ്പിക്കണേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നു. മാത്യു 22 വേഴ്സ് 19 മാത്യു 22 വേഴ്സ് 19 ആരും ശബ്ദം ഉണ്ടാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശബ്ദം ഉണ്ടാക്കരുത്. സൈലൻ്റ് ആയിട്ട് സാധനങ്ങൾ എത്തിക്കുക. ഒന്നേ ചോദിച്ചിട്ടുള്ളൂ, 2 തന്നിട്ടുണ്ട്. തിരികെ തരുന്നതല്ല. 22:19 അല്ലേ? 22:19 അല്ലേ?
yes. Praise God. வரி காசை எனக்கு காண்பியுங்கள் என்றார். அவர்கள் ஒரு பணத்தை அவரிடத்தில் கொண்டு வந்தார்கள். താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ യെരമ്യാവ് 8:8. ജെറമ്യ 8:8. അല്ല, അതിനകത്ത് ഒന്നുകൂടെ ഒന്ന് തിങ്ക് ചെയ്യുക. ബൈബിൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞതുകൊണ്ട് ഇന്നോട് ശ്രദ്ധിച്ച് വായിക്കുക. വിളിച്ചു പറയരുത് ആൻസർ. ഓക്കെ, അവിടെ കാരണം തമിഴിൽ സെയിം ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എനിവേ, താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലൂക്ക് ചാപ്റ്റർ 10:4. ആരും ബൈബിൾ എടുക്കുന്നില്ല, എല്ലാവരും ബൈബിൾ എടുക്കുക, വായിക്കുക. ഒരാൾക്ക് തന്നെ ഇത് സാവകാശം കൊടുക്കല്ലേ. ഇമ്പോർട്ടൻ്റാ കൊടുത്തിരിക്കണം. பணப்பையையும் சாமான் பையையும் பாதரட்சைகளையும் கொண்டு போக வேண்டாம். வழியிலே ஒருவரையும் வினவவும் வேண்டாம். ലാസ്റ്റ് തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 2 Corinthians 2:15. എല്ലാവരും എടുക്കുക, ശ്രദ്ധിച്ച് വായിക്കുക. അത്യാവശ്യം ചെറിയൊരു പെർഫ്യൂമിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. എസ്തർ ചാപ്റ്റർ 3:10. അല്ലല്ല, ഫീമെയിൽ സൈഡ്. സോറി ക്വസ്റ്റ്യൻ ഇവിടെ അല്ല കേട്ടോ, സോറി. ഓക്കെ, നീ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഇനിയും അപ്പം എനിക്ക് സാധനം ഇവിടെ എത്തിക്കണം. ഇല്ല, അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോയി. അത് നിങ്ങളുടെ സൈഡിൽ വരാൻ ചാൻസ് കുറവാണ്. அப்பொழுது ராஜா தன் கையில் இருக்கிற தன் மோதிரத்தை கழற்றி அதை ஆகானியனான அம்மோதாத்தாவின் குமாரனும் யூதாரின் சத்ருவுமாகிய ஆமானிடத்தில் கொடுத்து. താങ്ക് യു. അമ്മാൻ, ഇപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ 2 ക്വസ്റ്റ്യൻ വരും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ചോദിക്കണ്ടേ, ഇവിടെ ആരും ചോദിക്കണ്ടേ. മാത്യു ചാപ്റ്റർ 16:19. I will give you the keys of the kingdom of heaven, and whatever you bind on the earth shall be bound in heaven, and whatever you loose on the earth shall be loosed. ഓക്കെ, എടുക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ തന്നെയാണ്. കാരണം ഇവർക്ക് നെക്സ്റ്റ് ചാൻസ് കൊടുക്കണം. 1 Peter chapter 1:24. ശ്രദ്ധിച്ച് വായിക്കുക. ബൈബിളില്ലേ?
ഞാൻ പറഞ്ഞു ആലയം വിട്ട് വെളിയിൽ പോകുന്ന ഒന്നും വേണ്ട, ഒന്നുകൂടെ വായിക്കുക, അതിനകത്ത് വേറെ ഉണ്ട്. ഫസ്റ്റ് പീറ്റർ 1:24. അവൻ മിടുക്കനാ. மாமிசமெல்லாம் புல்லை போலவும் மனுஷருடைய மகிமையெல்லாம் புல்லின் பூவை போலவும் இருக்கிறது. புல் உலர்ந்தது, அதன் பூவும் உதிர்ந்தது. താങ്ക് യു. ഞാൻ വിചാരിച്ചു ഈ പൂവിന് വേണ്ടി അടി ഉണ്ടാക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അലങ്കോലമാക്കരുതെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെയാണ്. ഉൽപ്പത്തി 47, അതായത് ജെനസിസ് 47:16. അല്ല, അതിനകത്ത് നമുക്ക് പറ്റുന്നത് அதற்கு யோசேப்பு, உங்களிடத்தில் பணம் இல்லாமல் போனால் உங்கள் ஆடு மாடுகளை கொடுங்கள், அவைகளுக்கு பதிலாக உங்களுக்கு தானியம் கொடுக்கிறேன். ഇപ്പം എനിക്ക് കിട്ടിയത് വെച്ച് നോക്കുമ്പം ജാൻസിക്ക് പ്രൈസ് കൊടുക്കുന്നതിന് എനിക്ക് ഒരു വിഷമവും ഇല്ല, കാരണം ജാൻസിയുടെ വിലപ്പെട്ട സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ കൊടുക്കേണ്ട രണ്ടുപേരും മഹേഷ് ബ്രദറാ, എനിക്ക് അതിനും വിഷമമില്ല, കാരണം പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ തന്നെ പറയാം, ഞാൻ ഇവർക്ക് പ്രൈസ് കൊടുക്കണോ ഇവർക്ക് ഇവരുടെ തിരിച്ചു തിരിച്ചു കൊടുക്കണം? പ്രൈസ് മതി. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻ ഉണ്ട്. കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ? 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു മെയിൽ സെക്ഷൻ വരും. വേണം 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 ഓക്കെ, അതൊരു പ്രവൃത്തിയാണ്. എക്സോഡസ് ചാപ്റ്റർ 25:21, മെയിൽ സെക്ഷൻ. ചാപ്റ്റർ 25:21. Chapter 25:21. വായിച്ചേ. கிருபையானதை பெட்டியின் மீதில் வைத்து பெட்டிக்குள்ளே நான் உனக்கு கொடுக்கும் சாட்சி பிரமாணத்தையும் வைப்பாயா. கர்த்தர் அநேகமான நன்மைகளை என்னுடைய வாழ்க்கையில் செய்திருக்கிறார். இம்மட்டும் நிற்பது அவருடைய பிரதான கிருபையாக இருக்கிறது. அவர் இல்லைன்னா நிச்சயமாக இது சொல்கிறதுக்காக, வாக்குக்காக அல்ல, நிச்சயமாய் வாழ்க்கையில் அனுபவித்து சொல்கிறேன். ஆண்டவர் இம்மட்டுமாய் அடிமட்டத்தில் இருந்த என்னை இவ்வளவாய் உயர்த்தி இருக்கிறார். கர்த்தருடைய நாமம் மகிமைப்படுவதாக. ஆமென். അടുത്ത സങ്കീർത്തനം 150:5. உன்னதமானவரின் உயமறைவில் இருக்கிறவன், சர்வ வல்லவரின் நிழலில் தங்குவார், இது பரமசிலாக்கியமே. சர்வ வல்லவரின் நிழலில் தங்குவார், இது പരമസിലാക്കിയമേ. താങ്ക് യു. എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സാഹചര്യം പോലെ അടുത്ത പ്രൈസ് ഞാൻ തരുന്നതായിരിക്കും.